എടുക്കടാ. പൊക്കി എടുക്ക്. എന്നിട്ട് വിടല്ലേടാ. ആ സ്റ്റെപ്പിൻ്റെ അവിടെ കൊണ്ട് നോക്കി. ആ ജനലിൻ്റെ അവിടെ വെച്ചാൽ മതി. ജനലിൻ്റെ അവിടെ. അയ്യോ അവിടെ കൊണ്ടുവന്ന് വെക്കി. സാരില്ല, അതിൻ്റെ അമ്മ ചെല്ലപ്പ അവിടെ വെക്കല്ലേ, അതിന് പറക്കാൻ പറ്റില്ല. ബാ മമ്മ വരാം, മമ്മ വരാം. അവിടെ നോട്ടെ. അപ്പം അതിൻ്റെ അമ്മ വന്നിട്ട് കൊണ്ടുപോയിക്കോളൂ. ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു നല്ല ദിവസമായിരിക്കുമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. പക്ഷെ നമ്മുടെ കിളികൾ പറക്കണ ദിവസമായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഡേഞ്ചറായിരുന്നു ഇന്നത്തെ ദിവസം തന്നെ. സ്കൂളിൽ പോകാൻ കുട്ടികൾ ഒരുങ്ങണ സമയത്താണ് നമുക്ക് ഇങ്ങനെ ഒരു വലിയ മുട്ടൻ പണി. അപ്പി പോയി. സാരില്ലാട്ടാ, നിന്റെ അമ്മായിമ്മ നിന്നെ കൊണ്ടുപോയിക്കോളൂട്ടാ. അപ്പി പോയി. അത് സാരമില്ല, നമുക്ക് കളയാം. സാരില്ലാട്ടാ, നിന്റെ അമ്മായിമ്മ കൊണ്ടുപോയിക്കോളൂ. അമ്മ ഉണ്ണീനെ അതെ, ഉണ്ണിയുടെ അമ്മയായിട്ട് കണ്ടിട്ടുണ്ടാവും. ഉണ്ണി കൈ പൊട്ടിയാ? പേടിച്ചിട്ടാണോന്നറിയില്ല, ചിറകൊക്കെ ഇങ്ങനെ വിടർത്തിയിരിക്കണേ. ഒരാൾ നമ്മുടെ ചെടിച്ചട്ടിയുടെ ഉള്ളിലും ഇരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇരിക്കുന്നുണ്ട് ഒരു കുഞ്ഞ്. അങ്ങനെ 2 കുഞ്ഞുങ്ങളാണ് നമുക്കുള്ളത്. ഒരിടയ്ക്ക് താഴെ വീഴുമ്പോൾ നമ്മൾ അത് കയറ്റി വെക്കണം. കയറ്റി വെക്കും മോനെ. കിളിയുടെ അപ്പനും അമ്മയൊക്കെ കാവലിരിക്കുകയാണ്. അവരെ ഒന്ന് പറപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള വളരെ വലിയൊരു തത്രപ്പാടിലാണ് കേട്ടോ അവർ. പക്ഷെ നമ്മുടെ കുഞ്ഞിക്കിളിക്ക് പേടിയായിട്ട് അതിങ്ങനെ ഇരിക്കുകയാണ്. അവസാനം കുഞ്ഞിക്കിളി പറന്ന് നമ്മുടെ സോഫയുടെ അടുത്ത് വരെ എത്തി. അമ്മയാണോ അച്ഛനാണോ എന്നറിയില്ല. അതെ, 2 പേരും അവരുടെ കൂടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. ഞാനാണെങ്കിൽ പിള്ളേർ സ്കൂളിൽ പോകുന്ന സമയമായപ്പോൾ അവരെ കൊണ്ടുപോകുന്ന തിരിച്ചു വന്നപ്പോഴുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. അവരെന്നോട് പറയണത്, നീ വീട്ടിൽ കയറണ്ട, ഞങ്ങൾ വീട്ടുകാരിവിടെ ഉണ്ടെന്നാണ്. അങ്ങനെ എന്നെ കൊത്താനൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക്. പക്ഷെ നമുക്ക് വേറെ വീടില്ലല്ലോ, ഈ വീട്ടിൽ തന്നെ താമസിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ഇവരുടെ കളി കൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു. സോഫയിലാണ്, എനിക്ക് പണി തരാതിരുന്നാൽ മതി. അങ്ങനെ അവർ ചാടി ആ ഭാഗത്തെ കൂടെയൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അപ്പനും അമ്മയും കൂടി പുറത്തൊക്കെ പോയി കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് പറക്കണ്ടേന്ന്. അവസാനം അവർ 4 പേരും നമ്മുടെ ഒരു സോഫയുടെ മുകളിൽ ഇങ്ങനെ ഇരിപ്പുറപ്പിച്ചു. കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് വഴി പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ തോന്നണേ.
എന്നെ കാണുമ്പോൾ അവർക്ക് ദേഷ്യമാണ് കേട്ടോ. എൻ്റെ അടുത്തേക്ക് പാഞ്ഞൊക്കെ വരണമൊക്കെ ഉണ്ട്. ആദ്യമൊക്കെ നമ്മുടെ ഈ കിളികൾക്ക് പേടിയായിരുന്നു കേട്ടോ. ഞങ്ങൾ മുകളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് കയറുമ്പോഴേക്കും കിളി ഓടി പറന്ന് പുറത്തേക്ക് ചാടുമായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനി ഈ മുട്ടയൊന്നും വിരിയാൻ സാധ്യതയില്ല, കാരണം ഇപ്പോഴും ഇത് പറന്ന് പുറത്തേക്ക് പോണ കാരണം മുട്ട വിരിയില്ലാന്ന്. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും വേഗം വിരിഞ്ഞു. നമ്മുടെ ഇതാണ് കേട്ടോ ഒരു കൂട് വെച്ചേക്കണേ. ലവ് ചിഹ്നത്തിൻ്റെ നമ്മൾ ഭംഗിക്ക് വേണ്ടി കെട്ടിത്തൂക്കിയതായിരുന്നു. അതിലവസാനം അവർ കൂട് വെച്ചു. നമ്മൾ കളയണ്ടെന്ന് വിചാരിച്ചു, കാരണം അതൊരു നല്ല ഭംഗിയല്ലേ. അങ്ങനെ ആ കൂട്ടിലാണ് അവർ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിച്ചത്. കുഞ്ഞുങ്ങളായി കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ധൈര്യം കേട്ടോ. ഇപ്പം എന്നോട് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനാണ് അവർ പറയുന്നത്. എങ്കിലും നമ്മൾ അവരുടെ കളിയൊക്കെ കണ്ട് കുറച്ച് നേരം ഇങ്ങനെ നിന്നു. നല്ല ശ്രദ്ധയുള്ള മാതാപിതാക്കളാണ് കേട്ടോ. അവർ ഇപ്പോൾ പേടിയൊക്കെ മാറി. അവർ കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് ചാടിക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എന്നെ അനങ്ങാൻ പോലും അവർ അനുവദിക്കുന്നില്ല കേട്ടോ. ഞാൻ എങ്ങാനും ഒന്ന് അപ്പുറത്തെ വശത്തേക്കോ പോയ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോണതാന്ന് വിചാരിച്ച് എന്നെ അപ്പം കൊത്താൻ വരും അവർ. കൊച്ചുങ്ങൾ പോയിട്ടൊന്ന് വൃത്തിയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇവരുടെ ഈ കുസൃതി. ഇതെപ്പം തീരുമെന്ന് വിചാരിച്ചാൽ എന്നാലും ഞാൻ ഇവരുടെ കുസൃതി ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. പെറ്റെഴുന്നേറ്റ് മക്കൾ വീട്ടിൽ നിന്ന് പോയാലും അമ്മമാർക്ക് ഭയങ്കര ആദ്യമല്ലേ ഇങ്ങനെ കൊച്ചുങ്ങൾ വീട്ടിൽ പോയി ഉറങ്ങോ, അതോ അവർക്ക് സ്വസ്ഥമായിട്ടുള്ള പ്ലേസൊക്കെ കിട്ടിയിട്ടുണ്ടാവോ എന്നുള്ളൊരു ആദ്യമല്ലേ. അതേ ഒരവസ്ഥയിലാണ് നമ്മുടെ വീട്ടിൽ ഇത്രയും ദിവസം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നതല്ലേ. അവർ പോയി കഴിയുമ്പോൾ അവർക്ക് നല്ല സ്ഥലം കിട്ടുമോ എന്നുള്ളൊരു ആദ്യമൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ കിളി നമ്മുടെ വീട് മൊത്തം പറന്ന് നടക്കുകയാണ്. നമ്മൾ ബെഡ്റൂമൊക്കെ അടച്ചിട്ടു കേട്ടോ, കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നവും. അത് കാരണം അതൊക്കെ അടച്ചിട്ടു. ഇനി എപ്പോൾ പോകും എന്നുള്ള ചിന്തയിലാണ് ഞാൻ. എനിക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കണമുണ്ട്. എന്നാലും ഇവരുടെ കളിയുണ്ടോ നമുക്കാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനൊന്നും പറ്റില്ല. അതിനിടയിൽ കൊത്താൻ വരുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുനിഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കുത്തെങ്ങാനും കണ്ണിൽ കിട്ടിയാൽ പിന്നെ കണ്ണ് പോയില്ലേ. നല്ല ക്യൂട്ട് കുട്ടികളാണ് കേട്ടോ 2 പേരും. അങ്ങനെ അപ്പനും അമ്മയും കൂടി പറന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് പറക്കേണ്ട മക്കളെ, ഇങ്ങനെ പറഞ്ഞാലാണ് നമ്മൾ പുറത്തേക്ക് എത്തുള്ളൂ എന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവരുടെ ഈ കളി കാണാൻ എൻ്റെ പണിയൊന്നും നടക്കില്ല. അത് മാത്രമേ എനിക്കൊരു ബുദ്ധിമുട്ടുള്ളൂ. അങ്ങനെ ഒരു 10-15 മിനിറ്റോളം ഞാൻ ഇവരുടെ കളി കണ്ടിങ്ങനെ നിന്നു. ഉണ്ണിയാണെങ്കിൽ മുന്നുവാണെങ്കിൽ ഇന്ന് പോയി വരുമ്പോൾ ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടാവുമായിരിക്കും. ഇന്നാളൊരു ദിവസം ഇതുപോലെ തന്നെ ഒരു തൊപ്പിത്തലിച്ച് മുട്ടയിട്ട് ഒരു കുഞ്ഞുണ്ടായിരുന്നുള്ളൂ. അന്ന് മുന്നും പോയി വന്നപ്പോൾ ഇവരെ കാണാണ്ടായി കഴിഞ്ഞപ്പോൾ അവർക്ക് വിഷമായി. കാരണം സ്കൂൾ വിട്ട് വന്ന് കഴിയുമ്പോൾ ഓടി കയറും ആദ്യം തന്നെ ഇവരെ നോക്കാൻ. അത് കഴിഞ്ഞിട്ടാണ് ഇവരുടെ ചായ കുടിയൊക്കെ ഉള്ളത്. അപ്പോൾ അവർക്കിന്ന് നല്ല വിഷമാവും. അതിൻ്റെ ഇടയിൽ അവർ എന്നെയും കുറേ ചീത്ത പറയുന്നുണ്ടെന്ന് തോന്നണം. ഞങ്ങളുടെ മക്കളെ കൊണ്ട് പൊക്കോളാം, നീ എന്തിനിങ്ങനെ നോക്കി നിൽക്കണേ എന്നുള്ള ഒരു ചോദ്യത്തിലുണ്ടെന്ന് തോന്നണം. അവസാനം നമ്മുടെ കുഞ്ഞിക്കിളികൾ പുറത്തിറങ്ങിക്കിളി ഇനി നമുക്ക് പുറത്ത് പോയി എവിടെയാണ് നോക്കി അതേ നമ്മുടെ മതിലിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നുണ്ട് നമ്മുടെ ഒരു കുഞ്ഞ്.
ഒരു കുഞ്ഞ് എവിടെയാണാവോ, അതിനെ നമ്മൾ കണ്ടെത്താൻ നോക്കാം. ഓ എന്നൊക്കെ താവന്നേ. അങ്ങനെ നമ്മൾ മറ്റേ കുഞ്ഞിനെ കണ്ടെത്തി. കാറിൻ്റെ അടിയിലായിട്ടാണ് അതിരിക്കണം. ഒയ്യോ, ഇതിനെ അതിൻ്റെ മാതാപിതാക്കൾ കണ്ടാൽ മതിയായിരുന്നു എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി നമ്മൾ മറ്റേ കുഞ്ഞിൻ്റെ അടുത്ത് പോയിട്ട് അങ്ങനെ അവസാനം അവർ കസിൻസൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അവസാനം അവരങ്ങനെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പറന്നു. വീടിൻ്റെ പുറത്തിറങ്ങിയതിലുള്ളൊരു സമാധാനം നമുക്കുണ്ട്. പക്ഷേ അവർ സേഫായ ഒരു സ്ഥലത്ത് ഇരിക്കണത് നമുക്ക് കാണണമല്ലോ. കാക്കയ്ക്കും പരുന്തിനും റാഞ്ചാതെ മക്കളെ കിട്ടുന്നുണ്ടേ. അങ്ങനെ അവസാനം നമ്മുടെ നമുക്ക് സ്വന്തമായിട്ടൊരു കൂട്ടിൽ 3 കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ, ഫിഞ്ചസ് കുഞ്ഞുങ്ങൾ. അവരുടെ അടുത്ത് വരെ എത്തി നമ്മുടെ ഈ തുപ്പിത്തലച്ചി കൊച്ച്. അപ്പനോ അമ്മയോ ആരാണ്ട് കൂട്ടിന് കാവലായിട്ടുണ്ട്. അവസാനം ഇവർ കൂടിൻ്റെ മുകളിൽ നിലയുറപ്പിച്ചോ ഇരിക്കണതും കൂടി കണ്ടിട്ട് നമുക്ക് കണ്ടോ. മറ്റേ കുഞ്ഞിനെ അന്വേഷിച്ച് ഞാൻ പോയിട്ട് ഒരു കുഞ്ഞല്ലേ ഇതുള്ളൂ. അപ്പോൾ നമ്മുടെ റോഡിൻ്റെ സൈഡിലായിട്ടാണ് ഇരുന്നിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവരെ അന്വേഷിച്ച് പോകട്ടെ, ഇവർക്ക് സേഫായ സ്ഥലം കിട്ടിയോ എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ അവരുടെ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ പുറത്തേക്ക് പോയി അവരുടേതായ സ്ഥലം കണ്ടെത്തിയെന്ന് തോന്നുന്നു. കറുത്ത കുഞ്ഞായത് തന്നെ നമുക്ക് കാണാൻ പറ്റണില്ല എന്നുള്ളൂ. ആ കരിയിലേൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കാണാനില്ലെങ്കിലും അമ്മയപ്പനും ഭയങ്കര ഒച്ചയാണ്, എന്തിനാ ഇവിടെയും വന്നേന്ന് ചോദിച്ചിട്ട്. ഒരു കുഞ്ഞ് നമ്മുടെ കൂടിൻ്റെ മുകളിലേക്ക് കയറി മുകളിൽ ചെന്നിരുന്നു. അപ്പം നമ്മുടെ അച്ചൻകിളി അതിൻ്റെ അടുത്തൊക്കെ വന്നിരുന്ന് അതിനെന്തൊക്കെയോ കൊത്താനൊക്കെ പഠിപ്പിക്കേണ്ടത് തോന്നുന്നുണ്ട്. നമ്മുടെ ഫിഞ്ചസ് കുഞ്ഞുങ്ങളും അവിടെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാഞ്ഞിങ്ങനെ നടക്കാണ്. പേടിക്കണ്ടാട്ടാ ഫിഞ്ചസേ, തുപ്പിത്തളച്ച് ഇപ്പോൾ പൊക്കോളും. ഇതാണ് നമ്മുടെ കുഞ്ഞ്. അപ്പം വന്ന് കയറ്റി കുഞ്ഞ് മുകളിലേക്കൊക്കെ കയറി കൊത്താനൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിർത്തണേ.